മുഖ്യമന്ത്രിയാകാനുള്ള ഒരു നേതാവിൻ്റെ യോഗ്യത എന്താണ്? തൻ്റെ നാടിൻ്റെയും ജനങ്ങളുടെയും ഭാവി ഏറ്റവും മികച്ചതാക്കാനുള്ള കൃത്യമായ പ്ലാനുകളുള്ള, ദീർഘവീക്ഷണമുള്ള, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്കൊപ്പം നിൽക്കാൻ സാധിക്കുന്ന, അഴിമതിയുടെ കറ പുരളാത്ത, താനൊരിക്കലും ഭരിക്കുകയല്ല മുന്നിൽ നിന്ന് നയിക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് ആവശ്യം. എന്നാൽ പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ നേതാവിന് നാടിൻ്റെയും ജനങ്ങളുടെയും വികസനത്തിനായുള്ള ഭാവി പദ്ധതികൾ എന്താണെന്ന് ചോദിക്കാതെ കേവലം പാർട്ടിയിലെ സീനിയോറിറ്റിയും പോപ്പുലാരിറ്റിയും മാത്രം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയേക്ക്. ലോകം വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിലും അധികം വേഗത്തിൽ. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് AI എല്ലാം കടന്നു വന്നതിൽ പിന്നെ ജീവിതത്തിന്റെ സ്പീഡ് വല്ലാതെ കൂടുകയാണ്. അങ്ങനെ വേഗത്തിൽ ഓടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള, ജനങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ രാഷ്ട്രീയ ഭേദമന്യേ കൃത്യമായി മനസ്സിലാക്കുകയും അതിന് പരിഹാരം തേടുകയും ചെയ്യുന്നു. ആവശ്യ സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള, അഴിമതിയോ അക്രമ രാഷ്ട്രീയമോ ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.